ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊരു ഗെയിം കളിച്ചു. ഒരുത്തൻ വോൾഫ് ആയിരിക്കും, ബാക്കിയുള്ള 3 പേര് ആടായിരിക്കും. വോൾഫിന് മാത്രമേ മരിക്കാതെ രക്ഷപ്പെടാനാകൂ. നല്ല ഇമോഷണലായ പോയ ആ ഗെയിമിൽ അവസാനം അരീസു മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടതും. അവന്റെ ഫ്രണ്ട്സ് 3 പേരും മരിച്ചുപോയി. അരീസുവിന് അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാം. അവരിപ്പോ ഇല്ലാത്തത് കൊണ്ട് മരിക്കാമെന്ന് പറഞ്ഞ് ഒന്നും തിന്നാതെ വെള്ളം പോലും കുടിക്കാതെ നടുറോട്ടിൽ കിടക്കുകയാണ്. ഞാൻ മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയിൻ യുസാങ്കി അവൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലയുടെ അകത്ത് ഒരു റാബിറ്റ് ട്രാപ്പ് ആയിട്ടുണ്ട്. ഓ മോനെ, പെട്ടുപോയോ? ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ റാബിറ്റിനെ രക്ഷിക്കുന്നത് പോലെ പോയിട്ട്, എന്നാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ കഴുത്ത് പെട്ടെന്ന് തിരിച്ചു കൊന്നു. ആക്ച്വലി ആ വല വെച്ച് ട്രാപ്പ് ഉണ്ടാക്കിയത് തന്നെ അവളാണ്. നടന്നു പോകുമ്പോൾ യുസാങ്കി അച്ഛന്റെ കൂടെയുള്ള നല്ല സമയങ്ങൾ ഓർക്കാൻ തുടങ്ങി. അയാളുടെ ഹോബി ജോലിയെല്ലാം മല കയറുന്നതാണ്. ആരെ കൊണ്ട് കയറാൻ പറ്റാത്ത മലയുടെ മുകളിൽ വരെ അയാൾ കയറും. അച്ഛാ, ദൈവം ശരിക്കുമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് എന്ത് വരമാകും ചോദിക്കുക. ദൈവമേ, ഇനിയും കുറെ മലകൾ നീ ഉണ്ടാക്കണം, അപ്പോ മാത്രമേ ഞങ്ങൾക്ക് അതിലും കയറാൻ പറ്റൂ എന്ന് ചോദിക്കും. ഇത് കേട്ട യുസാങ്കി ചിരിച്ചു. യുസാങ്കിയുടെ അച്ഛൻക്കും മലയുടെ മുകളിൽ കയറി നിന്ന് ഈ ലോകത്തെ നോക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അയാളുടെ ജീവിതം തന്നെ അതാണ്. യുസാങ്കി, നീ എന്ത് ചോദിക്കും? ഞാൻ എപ്പോഴും ഇതേപോലെ സന്തോഷമായിരിക്കണമെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ അച്ഛന് മലകളെ ഇഷ്ടമാണോ, അതേപോലെ യുസാങ്കിക്ക് അവളുടെ അച്ഛനെയാണ് ഇഷ്ടം. എപ്പോഴും കൂടെ ഇരിക്കണമെന്ന ആഗ്രഹം. ഒരു ദിവസം യുസാങ്കിയുടെ അച്ഛനും ഒരു വലിയ മല കയറാൻ പോവാണ്. അത്രയ്ക്ക് ഭീകരമായ മലയാണത്. ഓക്സിജൻ ടാങ്ക് പോലും ഇല്ലാതെ ആർക്കും അതിന്റെ മുകളിൽ കയറാനാവില്ല. എന്നാൽ ഇവന് ഒറ്റയ്ക്ക് ഒരു ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ലാതെയാണ് പോകുന്നത്. അയാളും ഫേമസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ന്യൂസായി മാറി. ഇയാൾ ആളുകളെ പറ്റിക്കുകയാണെന്നും നുണ പറയുകയാണെന്നും സിലിണ്ടറൊക്കെ യൂസ് ചെയ്യും, ഇത് ഫേക്ക് ആണെന്നൊക്കെ ആളുകൾ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാളും എവിടെ പോയി എന്നറിയില്ല. ചിലർ പറയുന്നത് അയാൾ സൂയിസൈഡ് ചെയ്തു മരിച്ചതാണെന്നും നാട് വിട്ടു പോയതാണെന്നും വായിൽ വരുന്നത് പറയാൻ തുടങ്ങി. യുസാങ്കിക്ക് അച്ഛൻ എവിടെ പോയതെന്ന് പോലും അറിയില്ല. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് റോഡിൽ നടന്നു വരുമ്പോൾ നടുറോട്ടിൽ ഒരുത്തൻ കിടക്കുന്നുണ്ട്. ആരാണ് ഇതെന്ന് പോയി നോക്കുമ്പോൾ ഇത് അരിസു അല്ലേ? കഴിഞ്ഞ ഗെയിമിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? ഇവൻ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞ് പതിയെ അടുത്തേക്ക് പോയി നോക്കി. അരിസു ഞാൻ മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളും അരിസുവിനെ അവളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അരിസുവും കണ്ണു തുറന്ന് യുസാങ്കി ഇരിക്കുന്നത് കണ്ടിട്ട്, എന്നെ എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? ഞാൻ മരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ നീ ശരിക്കും മരിക്കും. എന്ത് ഗെയിം കളിച്ചാലും മരിക്കും, വിസ കഴിഞ്ഞാലും മരിക്കും. മരിക്കുന്നതിന് മുമ്പ് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റോ അത്രത്തോളം ഫൈറ്റ് ചെയ്ത് മരിക്കണം. നിന്റെ ഫ്രണ്ട്സിനെ ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. നല്ല എൻകറേജ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല, വെറുതെ കിടക്കുകയാണ്. നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇരുന്ന് വിസ കഴിഞ്ഞ് മരിക്കണമെന്നാണോ? കഴിഞ്ഞ ഗെയിമിൽ നീ പറഞ്ഞത് ഓർമ്മയില്ലേ? ടാഗറിന് ശരിക്കും കണ്ണ് കാണില്ല, നമ്മൾ ഒന്നിച്ച് ആ ഡോർ തിരയാം. അത് മാത്രം നീ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഒറ്റക്ക് നിന്നിരുന്നേനെ, എല്ലാവരും മരിച്ചുപോയനെ. എന്നാൽ നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് എന്റെ ജീവൻ രക്ഷിച്ച നിന്റെ ജീവൻ പോകാൻ പാടില്ല. എണീക്ക് എന്ന് പറഞ്ഞു. അരീസോ എണീച്ചു. രണ്ടുപേരും റെഡിയായി അടുത്ത ഗെയിമിലേക്ക് പോയി. രാത്രിയായി. ആ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു വലിയ ടണലുണ്ട്. ആ ടണലിന്റെ അകത്ത് ഒരു ബസ് ഉണ്ട്. അതാണ് അവർ ഗെയിം കളിക്കാൻ പോകുന്ന സ്ഥലം. ആ ബസ്സും കാണാൻ നല്ല ബോറാണ്. തോന്നിയ പോലെ പെയിന്റ് അടിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അതിന്റെ അകത്ത് കയറിയതും ഓൾറെഡി 3 പേര് അതിനകത്തുണ്ട്. അരിസും യുസാങ്കിയും പോയിട്ട് മൊബൈൽ എടുത്തു. ഇത് കണ്ട 3 പേരും, സോ നിങ്ങൾ പുതിയ ആൾക്കാരല്ല, ഓൾറെഡി ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടല്ലേ? അതെ, നിങ്ങളോ എന്ന് യുസാങ്കി ചോദിച്ചു. ഞങ്ങൾ 3 പേരും ഇവിടെ വന്നതിന് ശേഷമാണ് ഫ്രണ്ട്സ് ആയത്. ഫസ്റ്റ് ഗെയിം മുതൽ ഇപ്പോൾ വരെക്കും എല്ലാ ഗെയിമും ഒരുമിച്ചാണ് കളിക്കുന്നത്. ആ 3 പേരിൽ ഒരുത്തന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഗെയിം സ്റ്റാർട്ടായി. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഡിഫിക്കൽറ്റി ലെവൽ 4 ഓഫ് ക്ലബ്സ്. നിങ്ങൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് ഡിസ്റ്റൻസ്. ടൈം ആകുന്നതിനുള്ളിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തണം. ടൈം 2 മണിക്കൂർ. ഇവിടെയുള്ള ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു ഗെയിം കളിച്ചിട്ടില്ല. 4 ഓഫ് ക്ലബ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ള ഗെയിമാണ്. എന്നാൽ എത്തിച്ചേരേണ്ട ഗോൾ എന്ന സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നും അറിയില്ല. ഫോണിൽ ഡിസ്റ്റൻസ് എന്ന സ്ഥലത്ത് 0 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ ആ ഗോൾ എന്ന സ്ഥലം കണ്ടുപിടിക്കുന്നത് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഓടണോ? എന്തിനു ഓടണം? ഈ ബസ് ഉണ്ടല്ലോ, ഇതൊരു പുതിയ മോഡൽ ബസ് അല്ല, ഓൾഡ് മോഡലാണ്. അതുകൊണ്ട് സർക്യൂട്ട് അത് ഇത് എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് യൂസ് ചെയ്യാം, ഇത് വർക്കാകും. ഓക്കെ എന്ന് പറഞ്ഞ് അത് ഓൺ ആക്കാൻ നോക്കി. അത് ഓൺ ആകുന്നത് പോലെ വന്ന് ഓഫായി. കാരണം അതിൽ ഡീസൽ ഇല്ല, വേറെ വഴിയില്ല. നമ്മൾ ഓടിയിട്ട് തന്നെ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3 പേരിൽ ഒരുത്തന്നെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? സോ അവനെ കൊണ്ട് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നിങ്ങൾ 2 പേരും പോയിട്ട് വാ എന്ന് പറഞ്ഞയച്ചു. നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലടാ, നിങ്ങൾ പോയേ മതിയാകും. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം, നിങ്ങൾ പോയെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരും പുറത്തേക്ക് ഇറങ്ങിയത്. യുസാങ്കിയും താഴെ ഇറങ്ങി ഓടാനായി റെഡിയായി. ഈ അരിസുവിനും അവനെ അവിടെ ഒറ്റക്കാക്കി പോകാൻ തീരെ താല്പര്യമില്ല. കാരണം അരിസുവിന് ഇവരെ കണ്ടപ്പോൾ അവന്റെ ഫ്രണ്ട്സിനെ ഓർമ്മ വന്നു. എന്നാൽ വേറെ വഴിയില്ല.
ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ പുറത്തേക്കിറങ്ങി ഓടിയേ മതിയാകൂ. എല്ലാവരും സ്പീഡിൽ ഓടാൻ തുടങ്ങി. കുറെ നേരമായി ഓടുന്നു. അതിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ അതിൽ എത്രയാകണം, എപ്പോ ഗോൾ വരും എന്നൊന്നും അവർക്കറിയില്ല. ദാഹിച്ചിട്ട് തല കറങ്ങുന്നുണ്ട്. അപ്പോഴാണ് ദൂരത്തിൽ ഒരു കുപ്പിയിൽ കുറെ ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അരിസവും കുടിക്കാൻ നിന്നത് എല്ലാവരും തടഞ്ഞു. ഇത് നമുക്കുള്ള ടെസ്റ്റാണ്, ഇത് കുടിച്ചാൽ ഇവിടെ കിടന്ന് മരിക്കും. എന്റെ കയ്യിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞ് യുസാങ്കിയും അരിസുവിന് കൊടുത്തു. അരിസുവും കുടിച്ചിട്ട് ബാക്കി വന്ന വെള്ളം ആ രണ്ടുപേർക്കും കൊടുത്തു. അവരും ഷോക്കായി. കാരണം ഇതേപോലെ അപകടം പിടിച്ച ഗെയിമിൽ എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ മാത്രമേ നോക്കൂ. എന്നാൽ അരിസു കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാണ്. എല്ലാവരും വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഓടാൻ തുടങ്ങി. ഓടിയിട്ട് എവിടെ എത്തുന്നില്ല. ഓടിയിട്ട് മടുത്തു. അപ്പൊ പെട്ടെന്ന് ദൂരത്തിൽ ഒരു കരിമ്പുലി. അത് കണ്ടത് അവരും ഗൈസ് തിരിച്ചോടുക എന്ന് പറഞ്ഞ് തിരിഞ്ഞോടാൻ തുടങ്ങി. അതും പിന്നാലെ വന്നു. അവരെ പിടിക്കാൻ നോക്കുന്നുണ്ട്. കാറിന്റെ അടിയിൽ കയറി ഒളിച്ചു. കാറിന്റെ അകത്ത് കയറി ഒളിച്ചു. തീ കത്തിച്ച് അതിനെ പേടിപ്പിച്ചു. എന്ത് ചെയ്താലും അത് അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുന്നത് പോലുമില്ല. ആ രണ്ട് ഫ്രണ്ട്സിലെ ഒരുത്തനില്ലേ, അവനെ കരിമ്പുലിയുടെ അടുത്ത് പെട്ടു. അവിടെ തന്നെ മരിച്ചുപോയി. ബാക്കിയുള്ള 3 പേരും രക്ഷപ്പെട്ട് ഓടി വന്നു. ഇനി എത്ര ദൂരം ഓടണമെന്ന് അവർക്കറിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുള്ളറ്റ് കണ്ടു. അത് ഒരു ഓൾഡ് മോഡലാണ്. അത് ഡീസലിൽ വർക്കാവുന്നത്. സോ ഇത് വർക്കാകും, ഇതിൽ കയറി പോകാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അത് സ്റ്റാർട്ടാകാൻ പറ്റുന്നില്ല. അപ്പൊ അരിസു അത് ജസ്റ്റ് ഒന്ന് കുലുക്കി നോക്കി. ടാങ്കിൽ കുറെ ഡീസലുണ്ട്. ഇപ്പോഴാണ് അവൻക്കൊരു ഐഡിയ തന്നെ കിട്ടുന്നത്. ഈ ബൈക്ക് തള്ളിക്കൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല ബസ്. ആ ബൈക്കിലുള്ള ഡീസലെല്ലാം ആ ബസ്സിൽ നിറച്ച് ആ ബസ് ഓടിച്ചു വരാമെന്നാണ് അരിസുവിന്റെ പ്ലാന്. ആ ബസ്സിലുണ്ടായവനെയും രക്ഷിക്കാൻ പറ്റും. ആ ബസ്സിന്റെ അടുത്ത് നിന്ന് 8 കിലോമീറ്റർ അവർ വന്നിട്ടുണ്ട്. അരിസു അത്രയ്ക്ക് ദൂരെ ഈ ബസ്സും തള്ളിയിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ വേണേ പൊക്കോ, ഞാൻ ആ ബസ്സിന്റെ അടുത്തേക്ക് പോവാണേ. ആ ബസ്സിലുള്ളവനെ രക്ഷിക്കണം. ഇനി ഒരുത്തൻ മരിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട. ചെയ്ത തെറ്റ് ഞാൻ ഇനിയും തിരിച്ചു ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ ബൈക്ക് തള്ളിയിട്ട് അരിസു സ്പീഡിൽ ആ ബസ്സിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇവിടെ യുസാങ്കിയും മറ്റവനും സ്പീഡിൽ ഓടി ആ ഗോൾ എന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പോയി. ഈ അരിസു ഒരു വഴി ആ ബൈക്ക് തള്ളിക്കൊണ്ടുവന്ന് ആ ബസ്സിന്റെ അടുത്തേക്ക് എത്തി. ബസ്സിലുള്ളവനും അരിസുവിനെ കണ്ടതും സന്തോഷമായി. ഇവിടെ യുസാങ്കിയും ആ പയ്യന് ഓടി ഇപ്പൊ ഒരു ഡെഡ് എൻഡിൽ എത്തി. ഇനി പോകാൻ വഴിയില്ല. ഇനി ചിലപ്പോ ഇതായിരിക്കുമോ ഗോള് എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും പെട്ടെന്നൊരു സൗണ്ട് ബാക്കിൽ നിന്നാണ്. എന്തോ വെള്ളം ഫോഴ്സിൽ വരുന്നത് പോലെ ഒരു സൗണ്ട്. അവർ അത് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടണലിന്റെ ഡെഡ് എൻഡിലായിട്ട് ഒരു ഇരുമ്പ് ഡോറാണ്. അതിന്റെ സ്ക്രൂ എല്ലാം ഊരിപ്പോന്നു. അതിനുള്ളിൽ നിന്ന് വെള്ളം ഫോഴ്സിൽ ചീറ്റാൻ തുടങ്ങി. ഇപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പുറത്ത് നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. പെട്ടെന്ന് ഓട് എന്ന് പറഞ്ഞ് പേടിച്ച് തിരിഞ്ഞോടാൻ തുടങ്ങി. അവർ വിചാരിച്ച പോലെ തന്നെ ആ ഇരുമ്പ് ഡോറും തകർത്ത് സുനാമി പോലെ വെള്ളം വരാൻ തുടങ്ങി. യുസാങ്കി അവന് നിൽക്കുന്നത് പോലുമില്ല. ഓടിക്കൊണ്ടേയിരിക്കാണ്. അപ്പൊ കൂടെയുള്ളവൻ നിലത്ത് വീണു. യുസാങ്കി അത് മൈൻഡാക്കാതെ ഓടി. അവൻ ആ വെള്ളത്തിൽ പെട്ട് മരിച്ചുപോയി. കൂടാതെ യുസാങ്കിയും മരിക്കാൻ പോവാണ്. കാരണം വെള്ളം അവളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. മരണത്തെ മുമ്പിൽ കണ്ടു നിൽക്കുമ്പോഴാണ് യുസാങ്കി എന്നൊരു വിളി കേൾക്കുന്നത്. എന്താണെന്ന് മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അരിസവും കാലിന് പരിക്ക് പറ്റിയവനും ഉണ്ട്. വേഗം എന്റെ കൈ പിടിക്കൂ യുസാങ്കിയെ എന്ന് പറഞ്ഞു. യുസാങ്കിയെ കൈ പിടിച്ച് ബസ്സിലേക്ക് ഇട്ടു. അങ്ങനെ ബസ് തിരിച്ചു. അത്രേ ഫോഴ്സിൽ വന്ന വെള്ളവും ബസ്സിൽ ഇടിച്ചു. അത് മറിഞ്ഞു. അതിന്റെ പവറിൽ എല്ലാവരും ബോധം കെട്ടുപോയി. കണ്ണു തുറന്നു നോക്കുമ്പോൾ ബസ് ചെരിഞ്ഞു കിടപ്പുണ്ട്. ഒരു വഴി അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നു. ആ ബസ്സിന്റെ മുകളിൽ കയറി നോക്കുമ്പോഴാണ് ആ ബസ്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ശരിക്കുമുള്ള ഗോള് ആ ബസ് തന്നെയായിരുന്നു. ആദ്യം മുതലേ ആ ബസ്സിന്റെ അടുത്ത് നിന്നിരുന്നെങ്കിൽ ആ ഗെയിം ജയിക്കാമായിരുന്നു. ആവശ്യമില്ലാത്ത ഡിസ്റ്റൻസ് അത് ഇത് ഗോള് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്നത്. ആ ഗെയിം സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് 0 എന്ന് കാണിച്ചിരുന്നു. ആക്ച്വലി അവർ ഗോളിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആ ബസ്സിൽ നിന്ന് അവർ എത്ര ദൂരം പോകുന്നോ ആ മെഷർമെന്റ് ആയിരുന്നു ഡിസ്റ്റൻസ് എന്ന് കാണിച്ചിരുന്നത്. ഇതറിയാതെയാണ് ആ രണ്ടുപേരും മരിച്ചുപോയത്. അപ്പൊ ഫോണിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ ഗെയിം തീർത്തു എന്ന് പറഞ്ഞു. അവർക്ക് മെസ്സേജ് വന്നു. ആ കാലിന് പരിക്ക് പറ്റിയവൻ ഉണ്ടായിരുന്നില്ലേ, അവനും അവന്റെ ഗെയിം ഇനി ഒറ്റക്കാണ് കളിക്കാൻ പോകുന്നത്. ചാൻസ് കിട്ടിയാൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. യുസാങ്കിയും അരിസുവും അവിടെ നിന്ന് പോന്നു. യുസാങ്കിയുടെ അടുത്ത് അരിസു ആ ബീച്ചിനെ പറ്റി പറഞ്ഞു. കരൂപ പറഞ്ഞത് കൊണ്ട് ഉറപ്പായും അത് ശരിയായിരിക്കും. ആ ബീച്ചിൽ എന്തോ ഒരു ഉത്തരമുണ്ട്. ആ ബീച്ച് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകും. ഈ ഗെയിമിന്റെ എല്ലാ മാസ്റ്റർ മൈൻഡ് ആരാണോ അവനെ കണ്ടുപിടിച്ച് എന്റെ ഫ്രണ്ട്സിന് വേണ്ടി പ്രതികാരം ചെയ്യാതെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. യുസാങ്കി ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ബീച്ച് കണ്ടുപിടിക്കാൻ ഇറങ്ങി. സൈക്കിളിലാണ് അവർ പോകുന്നത്. അങ്ങനെ തന്നെ ഈ എപ്പിസോഡ് തീർന്നു. അടുത്ത എപ്പിസോഡിൽ എന്ത് സംഭവിക്കും? ആ ബീച്ചിലുള്ള രഹസ്യം എന്തായിരിക്കും? ഈ ഗെയിമിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് ആരായിരിക്കും? അടുത്ത വരുന്ന ഗെയിമിൽ തീപ്പൊരി പാറും. കൂടാതെ അവർ ബീച്ച് എന്ന സ്ഥലം കണ്ടുപിടിക്കുമോ? കാണാം അടുത്ത പാർട്ടിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യൂ. കാണാം അടുത്ത പാർട്ടിൽ.